പ്രിയമുള്ളവരെ നമസ്കാരം. സമീപനത്തിന്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സമ്പാദ്യവും വ്യത്യസ്ത ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റികളുമാണ് നാം ഈ ചാനലിലൂടെ നിങ്ങളുമായിട്ട് സംവദിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ്. ലോകത്ത് ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാടിനെ കുറിച്ച്, ആ നാട്ടിലെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റികളെ കുറിച്ച്. അത് മറ്റൊന്നുമല്ല, ദുബായിലെ മികച്ച ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റികളെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദുബായ് എല്ലാവരുടെയും ഒരു സ്വപ്ന നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ രാജ്യത്തു നിന്നും വിവിധ പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങൾ ദുബായിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രമാത്രം ഗ്രോത്ത് ഉള്ള ഒരു നാട് ഇന്ന് ലോകത്ത് എവിടെയും ഇല്ല എന്നുള്ളതാണ് ദുബായിയെ കുറിച്ച് പറയുമ്പോൾ നാം ആദ്യം പറയേണ്ടത്. അതേപോലെ തന്നെ ദുബായിലെ ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകളും എല്ലാവർക്കും തുറന്നിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ആളായാൽ പോലും നിങ്ങൾക്ക് ദുബായിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള മികച്ച അവസരങ്ങളുണ്ട് എന്നുള്ളതാണ്. ദുബായിയുടെ സേഫ്റ്റിയും ദുബായിയുടെ ഇന്നോവേഷൻസുകളും അതുപോലെ തന്നെ ദുബായിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും അതുപോലെ തന്നെ ദുബായിയുടെ ടാക്സ് ഫ്രീ ആയിട്ടുള്ള സപ്പോർട്ടുകളും എല്ലാം ഇൻവെസ്റ്റേഴ്സിനെ ഇങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള മികച്ച സാമ്പത്തിക ഭദ്രതയുള്ള ആളുകളുടെ ഒരു സെക്കൻഡ് ഹോമായിട്ട് ദുബായ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ദുബായിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റർ ആവാം? നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ദുബായിൽ 100% ഓണർഷിപ്പിൽ നിങ്ങൾക്ക് ഇവിടെ ദുബായിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ സ്വന്തമായിട്ട് ലാൻഡ് വാങ്ങാം, നിങ്ങൾക്ക് ഇവിടെ സ്വന്തമായിട്ട് അപ്പാർട്ട്മെന്റുകൾ വാങ്ങാം, നിങ്ങൾക്ക് ഇവിടെ സ്വന്തമായിട്ട് ടൗൺ ഹൗസസുകൾ വാങ്ങാം, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ വില്ലകൾ വാങ്ങാം. അതിനുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങുന്ന പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് 100% നിങ്ങളുടെ പേരിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദുബായിയുടെ ഏറ്റവും ലീഗലായിട്ടുള്ള സപ്പോർട്ടുകളാണ്. നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങുകയാണെങ്കിൽ ആ പ്രോപ്പർട്ടി മിനിമം 2 മില്യൺ വാല്യൂ ഉള്ള 2 മില്യൺ ദിർഹം വാല്യൂ ഉള്ള ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ നിങ്ങൾക്ക് 10 വർഷത്തേക്കുള്ള ഗോൾഡൻ വിസയും ആ പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് 10 വർഷത്തേക്കുള്ള ഗോൾഡൻ വിസയും എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദുബായിലെ 100% പ്രോപ്പർട്ടി ഓണർഷിപ്പ് കിട്ടുകയും പ്ലസ് അതുപോലെ തന്നെ ദുബായിയുടെ പോളിസികൾ, ഇൻവെസ്റ്റ്മെന്റ് പോളിസികൾ വളരെ യൂസർ ഫ്രണ്ട്ലിയാണ്. ഗോൾഡൻ വിസ പോലെയുള്ള സപ്പോർട്ടിലൂടെ ഇന്ന് ലോകത്ത് ലഭിക്കുന്ന ഏറ്റവും നല്ല റെന്റൽ ഈൽഡ് ഇൻകം അത് ദുബായിലാണ് എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഏകദേശം 6 മുതൽ 9% വരെയാണ് മിനിമം നമുക്ക് ഇവിടെ ദുബായിൽ ഒരു റെന്റൽ ഈൽഡായിട്ട് നമുക്കിവിടെ മിനിമം ഗ്യാരണ്ടി ആയിട്ട് കിട്ടുന്നത് എന്നുള്ളതാണ്. കാരണം ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറുകളും ഇവിടുത്തെ ഇങ്ങോട്ടേക്കുള്ള ജനങ്ങളുടെ ഒരു കടന്നുവരും ഇവിടുത്തെ ഭാവി പദ്ധതികളും എല്ലാം അതിന് ഡിമാൻഡുകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ റിയൽ എസ്റ്റേറ്റിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ലോകത്ത് ഏത് രാജ്യത്ത് പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും മികച്ച റിട്ടേൺ ഗ്യാരണ്ടി തരുന്ന ഏകദേശം 9% വരെ റിട്ടേൺ ഗ്യാരണ്ടി തരുന്ന ഒരു രാജ്യമാണ് ദുബായ്. ഈവൻ ന്യൂയോർക്ക് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടുത്തെ ഒരു റിട്ടേൺ ഗ്യാരണ്ടി എന്ന് പറയുന്നത് 2 to 4% ആണ്. അങ്ങനെ നോക്കുമ്പോൾ ദുബായിയുടെ ഗ്രോത്ത് വളർച്ചയ്ക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള റിട്ടേൺ ആണ് ദുബായിലെ ഓരോ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റേഴ്സിനും ദുബായ് നൽകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങുന്നത് അത് റെന്റ് ഔട്ട് ചെയ്യാനാണെങ്കിലും അതല്ല കുറച്ച് നാൾക്ക് ശേഷം അത് വിൽക്കാനാണെങ്കിൽ പോലും നിങ്ങൾക്ക് ദുബായ് ലോകത്തിന്റെ ഏത് രാജ്യത്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിനേക്കാൾ മികച്ച റിട്ടേൺ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ദുബായ് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ദുബായിൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെങ്കിൽ വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള ഫണ്ട് ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഏതൊരാൾക്കും തീർച്ചയായിട്ടും ദുബായിലും ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ UAE-യിലുള്ളവരായിക്കോട്ടെ, അതല്ല കേരളത്തിലുള്ളവരായിക്കോട്ടെ, മറ്റുള്ള GCC കൺട്രികളിലുള്ളവരായിക്കോട്ടെ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദുബായിൽ വളരെ നല്ല ഒരു പേയ്മെന്റ് പ്ലാനോട് കൂടി തന്നെ ദുബായിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താവുന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു അത്യാവശ്യം നല്ല ഒരു ഏരിയയിലൊക്കെ നല്ലൊരു ടൗൺഷിപ്പിലൊക്കെ നിങ്ങൾക്കൊരു സ്റ്റുഡിയോ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒരു 600+ലൊക്കെ നിങ്ങൾക്ക് 600,000+ലൊക്കെ നിങ്ങൾക്ക് ഒരു സ്റ്റുഡിയോ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാം എന്നുള്ളതാണ്. അതും ഈ എമൗണ്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കൊടുത്ത് തീർക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പല ഡെവലപ്പേഴ്സും മിനിമം 3 ഇയർ തുടങ്ങി മാക്സിമം 8 വർഷം വരെയൊക്കെ പേയ്മെന്റ് പ്ലാൻ നൽകുന്ന ഡെവലപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഫ്ലെക്സിബിൾ പേയ്മെന്റ് പ്ലാനുകൾ, നിങ്ങൾക്കൊരു ലോണോ ഒരു മോർഗേജിലേക്കോ ഒന്നും പോവാതെ തന്നെ
വേറെ ഒരു ബാധ്യതയിലേക്കോ ഒരു ലോണിലേക്കോ ഒന്നും പോവാതെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് 5 വർഷം കൊണ്ടൊക്കെ ഡയറക്റ്റ് ഡെവലപ്പേഴ്സിന് പേയ്മെൻറ്റ് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ദുബായിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താമെന്നുള്ളതാണ്. അപ്പോൾ ദുബായിൽ ആ ഒരു ചെറിയൊരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ തുടക്കത്തിൽ ഉണ്ടാവുകയും ബാക്കി വരുന്ന പൈസ നിങ്ങൾ മാസം അടിച്ച് തീർക്കുന്ന രീതിയിൽ നേരിട്ട് ഡെവലപ്പേഴ്സിന് കൊടുത്ത് തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്ഷൻസും ഇന്ന് ദുബായിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ദുബായിൽ റിയൽ എസ്റ്റേറ്റിലെ ഓരോ ഇൻവെസ്റ്റേഴ്സിനും ദുബായ് ഗവൺമെൻറ് കൃത്യമായിട്ടുള്ള ഒരു ലീഗൽ ഗ്യാരണ്ടി നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അത് ദുബായിലെ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി ററ. ഈ ററയിലൂടെ ഇവിടെയുള്ള എല്ലാ ഡെവലപ്പേഴ്സും പ്രോപ്പറായിട്ട് രജിസ്റ്റേർഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റും ററയുടെ പെർമിഷനുകളും മറ്റുള്ള എല്ലാ പ്രൊസീജിയറുകളും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ എസ്കോ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഈ പറഞ്ഞ ഡെവലപ്പേഴ്സിന് ഓരോ പ്രൊജക്റ്റിലും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡെവലപ്പേഴ്സിന് പ്രൊജക്ട് ഡെവലപ്മെൻറ്റ് ടൈമിൽ കൊടുക്കുന്ന പണങ്ങളെല്ലാം സ്വാഭാവികമായിട്ടും ററയുടെ കൺട്രോളിലേക്ക് പോവുകയും അവിടെ നിന്ന് ഘട്ടം ഘട്ടമായിട്ടാണ് ഓരോ പ്രൊജക്റ്റിൻ്റെ കംപ്ലീഷൻ അനുസരിച്ചിട്ടാണ് ഇവിടുന്ന് റിലീസ് ചെയ്യപ്പെടുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിന് ഒരു സേഫ്റ്റി ഗ്യാരണ്ടി ഇവിടുത്തെ റെഗുലേഷൻ അതോറിറ്റികൾ നൽകുന്നുണ്ട്. അതിനുള്ള എല്ലാ നിയമ നടപടിക്രമങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പേടിയോ ഭയമോ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും എല്ലാ ലീഗൽ ബൈൻഡിങ്സുകളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയായിട്ട് എടുത്തു പറയാവുന്ന മറ്റൊരു പ്രത്യേകത. ദുബായ് എന്ന് പറയുന്നത് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് മാത്രമല്ല, മറിച്ച് അതൊരു ലൈഫ് സ്റ്റൈലാണ്. വേൾഡ് ക്ലാസ് ആയിട്ടുള്ള സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, ഷോപ്പിംഗ് മാളുകൾ, പുതിയ കമ്മ്യൂണിറ്റികൾ, പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകൾ, ഇതെല്ലാം ദുബായെ വേറൊരു തരത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ മാറ്റങ്ങൾ ദുബായിയുടെ ഡിമാൻഡ് ഓരോ ദിവസവും കഴിയുന്ന തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇനി വലിയ ഭാവി പ്രൊജക്റ്റുകളുമായിട്ടാണ് ദുബായ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ ദുബായിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ദുബായിൽ വലിയൊരു ഡിമാൻഡ് പ്രോപ്പർട്ടി മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ്. കാരണം അവരുടെ എല്ലാം ഒരു സെക്കൻഡ് ഹോമായി ദുബായ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർട്ടിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നാളെ ഇത് കൊടുക്കാവുന്ന ഒരു സമയത്ത് ഇതിന്റെ ഡിമാൻഡ് വളരെ കൂടുതലായിരിക്കും എന്നുള്ളത് ഒരു സത്യമാണ്. ഇനി ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, എല്ലാവരും ചോദിക്കാറുണ്ട്, ഇതൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെതായ ഒരു മൂവ്മെന്റ് അല്ലേ, ഇത് എത്ര നാൾ നിൽക്കും എന്നൊക്കെ എല്ലാവരും ചോദിക്കും. 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, ദുബായിയുടെ 2040 അർബൻ മാസ്റ്റർ പ്ലാൻ. ഈ അർബൻ മാസ്റ്റർ പ്ലാനിലൂടെ ദുബായ് അടുത്ത 2040 എന്താകും എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ മിഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. അതിൽ മികച്ച രീതിയിലുള്ള വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകളാണ് ദുബായിൽ വരാൻ പോകുന്നത്. ദുബായ് എന്ന് പറയുന്ന ആ ചെറിയ നഗരം വലിയ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം ഡിമാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭരണാധികാരികൾ കൃത്യമായ വിഷനോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദുബായിക്ക് വലിയ ഡിമാൻഡുകളാണ്. മറ്റൊന്ന്, നമ്മൾ പൊതുവെ എല്ലാവരും പറയുന്നത് കേൾക്കാറുണ്ട്, ലോകത്തിൻ്റെ വേറെ ഏത് രാജ്യത്ത് പോയാൽ പോലും ഒരു 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളൊരു ഗ്യാപ്പ് ഇട്ടിട്ട് പോയാൽ പോലും നമുക്കൊരു പുതുമ തോന്നാറില്ല. എന്നാൽ ദുബായിൽ അതല്ല. ദുബായിൽ നിങ്ങൾ ഓരോ 2 കൊല്ലം കഴിയുമ്പോഴും പുതിയതായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ ആ പഴയ ദുബായി നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അത്രമാത്രം ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് ദുബായിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡയറക്റ്റ് ഇമ്പാക്റ്റ് ദുബായ് റിയൽ എസ്റ്റേറ്റിനും ദുബായ് ടൂറിസത്തിനുമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദുബായ് ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ദുബായ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റിൽ താല്പര്യമുണ്ട് എങ്കിൽ, അതേപോലെ തന്നെ അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ഏത് ഡെവലപ്പറുടെ കൂടെ, ഏത് പ്രൊജക്റ്റിൽ, ഏത് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണക്കുറവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള ഫ്രീ കൺസൾട്ടേഷനും ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. മറ്റൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.